ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദിലീപിന്റെ പ്രസ്താവനയാണ് കേട്ടോ. മീനുട്ടിക്ക് ജന്മം കൊടുത്ത ആളല്ലേ, അവർ കാണിച്ച ചതിക്ക് ദൈവം കൊടുത്തോട്ടെ എന്നാണ് ദിലീപ് പറഞ്ഞത്. ബാക്കി എന്തൊക്കെ സംഭവ വികാസങ്ങൾ നടന്നു നമുക്കൊന്ന് നോക്കാം. അതിനു മുന്നിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോട്ടോ. അപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനായ ശേഷം മഞ്ജുവിനെതിരെ ദിലീപ് പറഞ്ഞത് ഒരേ ഒരു സംഭവമാണ്. മീൻസ് ഗൂഢാലോചന എന്നൊരു പേര് പറഞ്ഞിരിക്കുന്നത് മഞ്ജു ആണ്. അവിടെ നിന്നാണ് എല്ലാവരും അത് ഏറ്റുപിടിച്ചത് എന്നൊരൊറ്റ വീട് പറഞ്ഞിട്ടേ ഉള്ളൂ. അല്ലാതെ മഞ്ജുവിനെതിരെ പ്രവർത്തിക്കാനോ മഞ്ജുവിനെതിരെ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരേ ഒരാൾ പറഞ്ഞത് മഞ്ജു ആണ് ഗൂഢാലോചന എന്ന് പറഞ്ഞേ ഉള്ളൂ. അതിനെതിരെ ഇത് ഒരുപാട് പേര് പകയാണ്, ദിലീപിന്റെ പകയാണ് എന്ന് പറഞ്ഞ് ഒരുപാട് പേരൊന്നുമില്ല കേട്ടോ. ഈ ഭാഗ്യലക്ഷ്മി അടങ്ങുന്ന ഒരു കൂട്ടം, അത്രയേ ഉള്ളൂ. ഭാഗ്യലക്ഷ്മിക്ക് അന്ന് പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ നെഞ്ചൊക്കെ പൊട്ടിപ്പോവും. ഇയാള് മഞ്ജുവിനെതിരെ വലിയ നീക്കം, മഞ്ജുവിനെ ഇയാൾ ഇതുപോലെ ചെയ്യും, ബലാത്സംഗം, മഞ്ജുവിനെതിരെ കൊട്ടേഷൻ കൊടുക്കേണ്ടതായിരുന്നു, എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്. ശരിക്കും ഇവർക്ക് എന്താണ് അസുഖം എന്ന് നമുക്കറിയില്ല. ഇവരെന്തിനാണ് ഇങ്ങനെ ഒരു പക വെച്ച് പറയുന്നത്. മഞ്ജുവിനും കൂടി ഇല്ലാത്ത പകയാണ് ഭാഗ്യലക്ഷ്മിക്ക് ശരിക്കും ദിലീപിനോടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ അപ്പോ ദിലീപ് പറയുന്നത് എന്താണ്, ഞാൻ എൻ്റെ മുൻ ഭാര്യയോട് ക്ഷമിച്ചു എന്നും അതുപോലെ തന്നെ അഥവാ അവരെനിക്കെതിരെയാണ് ഇങ്ങനെ മൊഴി കൊടുത്ത് എന്നെ കുടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിച്ചതാണെങ്കിൽ അവർക്ക് ദൈവം കൊടുത്തോട്ടെ എന്നുമാണ് ശരിക്കും ദിലീപ് പറഞ്ഞത് കേട്ടോ. ശാന്തിവിള ദിനേശ് ഇത് പറയുന്നുണ്ട്. നടി ആക്രമിക്കപ്പെട്ട സമയത്ത് ദിലീപിന്റെ പേരിൽ കേസ് വന്ന സമയത്ത് ഒരുപാട് സിനിമാ സംഘടനകൾ അയാളെ പുറത്താക്കാൻ മുമ്പിൽ കൊണ്ടു ഇല്ലേ. അങ്ങനെ ആ സിനിമാ സംഘടനയിലുള്ള ആൾക്കാർ തന്നെ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ സിനിമ പിടിക്കാനും വെമ്പിൽ കൊണ്ടുവന്ന് ശാന്തിവിള ദിനേശ് അദ്ദേഹത്തിന്റെ ചാനലിലും പറയുന്നുണ്ട്. പിന്നെ ആ സമയത്ത് നമുക്കും അറിയാം, നമ്മൾ ഒരുപാട് കണ്ടതാണ്, അമ്മയുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് മമ്മൂട്ടിയുടെ വീടിന്റെ മുന്നിലേക്ക് കയറി പോകുന്ന ഒരു യുവനടനെ നമ്മൾ ഒരുപാട് എല്ലാവരുടെ മനസ്സിലും ആ ഒരു രംഗം ഉണ്ടാവും അല്ലേ. അത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ കുറച്ച് കാര്യങ്ങൾ കമ്മിറ്റിയോട് പറയും, അത് അംഗീകരിച്ചില്ലെങ്കിൽ പുറത്തു വന്ന് ഞാൻ ചിലത് നിങ്ങളോട് പറയും, ഞാൻ അകത്തു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിക്കയറുന്ന ഒരു യുവനടനെ നമുക്കറിയാം. പക്ഷേ ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതി തെളിയിച്ചപ്പോൾ എങ്കിലും ഇവർക്കൊക്കെ ഒരു സോറി പറയാമായിരുന്നു. അന്ന് അറിയാതെ പറ്റിപ്പോയതാണ്. ഇവരുടെയൊക്കെ പേരിൽ, ഈ യുവനടന്റെ പേരിലോ അല്ലെങ്കിൽ എതിർത്ത് നിൽക്കുന്ന ആൾക്കാരുടെ പേരിലോ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇതേപോലെ സംശയത്തിന്റെ നിഴലിൽ വന്നിട്ട് എന്നെ ബലാത്സംഗ കേസിൽ കൊട്ടേഷൻ കൊടുത്തത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു തെളിവും ഇല്ല, അവർക്കെതിരെ ഒരു തെളിവും ഇല്ല എങ്കിലും ജനം എടുത്തിട്ട് ഉടുക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടാവും വിഷമങ്ങൾ എന്ന് ഇവരും കൂടി ആലോചിക്കേണ്ടതായിരുന്നു അല്ലെ. അപ്പൊ അന്ന് ഈ കയറിപ്പോയപ്പോ, ഈ യുവനടൻ കയറിപ്പോയപ്പോ ആ ഭീഷണിയിൽ അകപ്പെട്ട് അമ്മയിലെ സംഘടന ഉടനെ തന്നെ, അന്ന് മമ്മൂട്ടി അടങ്ങുന്ന ആ സംഘടന ഉടനെ തന്നെ ഈ ദിലീപിനെ അവിടെ നിന്ന് വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. അപ്പൊ ഒന്ന് ആലോചിക്കണം, അമ്മയ്ക്ക് ഫണ്ട് ഇല്ലാത്ത സമയത്ത് ദിലീപാണ് ആ ടാസ്ക് ഏറ്റെടുത്തത്. ഇത്രയും നടന്മാരുണ്ടായിട്ട് പോലും ദിലീപ് ആ ടാസ്ക് ഏറ്റെടുത്തു. ഇത്ര തന്നെ ഞാനൊരു സിനിമ ചെയ്യാം, ആ സിനിമയിൽ തോറ്റാലും ജയിച്ചാലും 5 കോടി രൂപ ഞാൻ അമ്മയ്ക്ക് തരാം, 5 കോടി രൂപ കേട്ടോ, അന്നത്തെ കാലത്ത് 5 കോടി തരാം, അത് തോറ്റു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് ഞാൻ 5 കോടി തരാം എന്നും പറഞ്ഞ് മുന്നോട്ട് വന്നൊരു നായകനായിരുന്നു ദിലീപ്. എന്നിട്ട് ആ പടം ഹിറ്റായപ്പോൾ 7 6 എത്രയോ കോടി, 8 കോടി തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ അമ്മയ്ക്ക് ഫണ്ട് ഉണ്ടാക്കി, അമ്മ എന്ന സംഘടനയ്ക്ക് ഫണ്ട് ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് ഒരുവിധം നടന്മാർക്ക്, നടികൾക്കൊക്കെ ദിലീപിനോട് ഇത്രയും ഇഷ്ടം. ആലപ്പി അഷ്റഫിന് ഡേറ്റ് കൊടുക്കാത്ത കാരണം, സംവിധായകനായിരുന്നു, ഡേറ്റ് കൊടുക്കാത്ത കാരണം അദ്ദേഹം ഇതുപോലെ ജയിലിൽ കിടന്ന സമയത്തും അതുപോലെ ഈ കുറ്റാരോപിതനായ സമയത്തൊക്കെ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇദ്ദേഹം കുറ്റവിമുക്തനായി വന്നതിന് ശേഷം ആലപ്പി അഷ്റഫ് തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് നല്ലത് പറഞ്ഞ് ഇട്ടിരുന്നു, ദിലീപിനെ കുറിച്ചിട്ട്. അങ്ങനെ, അതായത് കുറ്റവിമുക്തനാക്കിയ ആളെ നമ്മൾ പിന്നെ ഒരിക്കലും കുറ്റം പറയാൻ പാടുകയില്ല അല്ലേ. പിന്നെ ഒരുപാട് സംഘടനകളും നടന്മാരും ഒക്കെ അന്ന് പുറത്താക്കാൻ കാണിച്ച ആ ശുഷ്കാന്തി ഉണ്ടല്ലോ, ഇപ്പൊ തിരിച്ചെടുക്കാനും കാണിക്കണം. അങ്ങനെ തിരിച്ചെടുക്കാൻ അവർ കാണിക്കുന്നില്ല. എന്നാൽ അതിജീവിതയുടെ മറ്റു ആൾക്കാരും പറയുന്നത് എന്താണ്, ദിലീപിന് ആണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നതെന്നാ. പക്ഷെ ദിലീപിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ?
ആരും കൊടുക്കുന്നില്ല. പക്ഷേ മോഹൻലാൽ എന്ന ഒരു വലിയൊരു നടൻ, മഹാനടൻ ദിലീപിന് വലിയ പ്രാധാന്യം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മോഹൻലാൽ മാത്രമല്ല മമ്മൂട്ടിയും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ എവർഗ്രീൻ നായകന്മാരായി നിൽക്കുന്നത്. ദിലീപിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ല, അവർക്ക് സംഭവങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട്. എല്ലാ സംഭവങ്ങളും മനസ്സിലാക്കാൻ, അല്ലാതെ എടുത്തു ചാടി ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല അവര്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എവർഗ്രീൻ നായകന്മാരായിട്ട് ഇവര് വിലസുന്നുണ്ട് നമ്മുടെ നമ്മുടെ സിനിമയിൽ. എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ്? ഇപ്പൊ ഈ പറയുന്ന യുവനടന്മാരൊക്കെ ഒരു കൊടുങ്കാറ്റ് പോലെ ഇങ്ങോട്ട് വന്നിട്ട് ഒറ്റ പോക്കല് തിരിച്ചു പോക്കല് ചെയ്യുന്നത്. അപ്പൊ അതിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇങ്ങനെയുള്ള നടന്മാരെ എപ്പോഴും നമ്മൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവർക്ക് എപ്പോഴും ഫാൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. മോഹൻലാലിനെ കണ്ടു പഠിക്കണം എല്ലാവരും എന്നാ പറയുന്നത്. ആ പെൺകുട്ടിക്ക് ഉം, അന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോ ആ പെൺകുട്ടിയിൽ തെറ്റൊന്നുമില്ല അല്ലേ? അപ്പൊ ആ പെൺകുട്ടിക്കും പിന്തുണ പ്രഖ്യാപിച്ച ആളാണ് മോഹൻലാൽ. എൻ്റെ അനിയത്തിക്ക് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കട്ടെ, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ് മോഹൻലാൽ. അതുപോലെ തന്നെ ദിലീപ് നിരപരാധിയാണ് എന്നും കൂടി തെളിയിക്കട്ടെ, അതിനും ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ മഹാനടനാണ് മോഹൻലാൽ. അതായത് അതിജീവിതയ്ക്ക് നീതി കിട്ടുകയും വേണം, ദിലീപ് കുറ്റക്കാരനല്ലെങ്കിൽ അത് കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കുകയും വേണം എന്ന് പറഞ്ഞൊരു മഹാനടനാണ്. കുറ്റക്കാരാവാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ കഷ്ണം പോലും തെളിവില്ലല്ലോ. 8 വർഷം ദിലീപിന് ചുറ്റും നിന്ന് വലിയ 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 പണച്ചാക്കുകളും മാഫിയകളും പോലീസുകാരും അതുപോലെ തന്നെ ഭാര്യ, ആഹ് എന്താ പറയാ, വിട്ടുപോയ ഭാര്യ, മുൻ ഭാര്യ, ഇവരൊക്കെ കൂടിയിട്ട് കണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഇദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. ഒരാള് കൂട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനെതിരെ ഒരു പേജ് പോലും ഇവർക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? ഒരു തരത്തിലും ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല. ശരിക്കും ദിലീപിന് 2 പെൺമക്കളാണ്. അനിയൻ വേറെ വീട്ടിലാണ് താമസമെങ്കിലും ശരിക്കും ദിലീപിന്റെ കൂടെ എന്ന് തന്നെ പറയാം. വീട്ടിൽ തന്നെയാണ് രാത്രി വരെ. ദിലീപിന്റെ ഒപ്പം തന്നെയാണ്. പിന്നെ സഹോദരി ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് എന്നൊക്കെ പറയുന്നു. പക്ഷെ ദിലീപിന്റെ വീട്ടിൽ തന്നെയാണ് അവരും താമസിക്കുന്നത്. രാത്രി മാത്രമാണ് അവനെ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടുകുടുംബത്തിന്റെ ഫീലാണ് അവരുടെ വീട്ടിൽ എപ്പോഴും. അപ്പൊ ഇങ്ങനെ കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്ന ഒരാള് ഇത്തരത്തിലൊരു കേസിൽ പങ്കാളിയാകുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും. അത് മാത്രമല്ല, ദൈവവിശ്വാസിയാണ് ശരിക്കും ദിലീപ്. ദൈവത്തെ ഒരുപാട് വിശ്വസിക്കുന്ന ആള്. നടക്കുമ്പോ തന്നെ കണ്ട കൈമയും കാലുമയൊക്കെ കുറെ ചരടുകളൊക്കെ ഉണ്ട് ആൾക്ക്. എന്നുവെച്ചാൽ ആള് ദൈവവിശ്വാസി കൂടുതലാവും. കാരണം അത്രയും അധികം ജനങ്ങൾ ചുറ്റും നിന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവസാനം അഭയം ആരാ ഉള്ളത്? ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിന് വിശ്വാസിയായിട്ടാണ് ഈ ചരടൊക്കെ നമ്മളായാലും അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക. മോഹൻലാലിന് ഇങ്ങനെ നമ്മുടെ ദിലീപിനെ പിന്താങ്ങിയോണ്ട് തന്നെ ഒരുപാട് പേര് നെഗറ്റീവ് അടിച്ചു. എന്നിട്ട് ഒരുപാട് പേര് എടുത്തു കൊടുത്തു മോഹൻലാലിനെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോഹൻലാലിന്? മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടന് എന്ത് കേട്ടാലും തന്റെ സ്റ്റാൻഡിൽ നിൽക്കുന്ന നടനാണ് മോഹൻലാൽ. എന്ത് കേട്ടാലും ഒന്നും കുലുങ്ങ പോലും ഇല്ല. അത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടുന്നു. നൈസായി വിടുന്ന ഒരു മനുഷ്യനാണ്, മഹാമനുഷ്യനാണ്. അതുകൊണ്ട് ആരെന്തെങ്കിലും ഭാഗ്യലക്ഷ്മിനെ എന്തൊക്കെ പറഞ്ഞു മോഹൻലാലിനെ കുറിച്ചിട്ട്. മോഹൻലാലിന്റെ എത്ര സിനിമയിൽ വർക്ക് ചെയ്ത ആളാണ് ഭാഗ്യലക്ഷ്മി. എന്നിട്ട് എന്തൊക്കെ വൃത്തികേടുകൾ പറഞ്ഞു. എന്നിട്ട് മോഹൻലാലിന് വല്ല പ്രശ്നമുണ്ടായോ? പ്രതികരിക്കാൻ നിന്നോ? പട്ടികൾക്കടുത്ത് കുറയ്ക്കും. അതിനെതിരെ പ്രതികരിക്കേണ്ട ആവശ്യകത മോഹൻലാൽ എന്ന മഹാനടനില്ല. എല്ലാവരും മോഹൻലാലിനെ ആരാധിക്കുന്നവർ കൂടുന്നേ ഉള്ളൂ. പിന്നെ ബബ്ബഭയിൽ ലാലേട്ടൻ അഭിനയിച്ച ഒരു വേഷം ചെയ്തു അല്ലേ? അത് കാശിന് വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ദിലീപിനെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് ബബ്ബഭയിൽ അങ്ങനെ ഒരു സംഭവം ചെയ്തത്. ഉം. പിന്നെ ദിലീപിന്റെ കേസില് ആം, ദിലീപിനെ ഒന്ന് ഉയർത്തി, ദിലീപ് കേസിൽ നിന്ന് കുറ്റവിമുക്തനായല്ലോ. അപ്പൊ അതിൽ നിന്ന് ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും ദിലീപിന്റെ ആ സിനിമയിൽ ഹാഫോ അല്ലെങ്കിൽ 3/4 അങ്ങനെയുണ്ട് മൂപ്പരാൾ അഭിനയിച്ചിട്ടുണ്ട്. അത് അഭിനയിച്ചത് എങ്ങനെയെങ്കിലും ദിലീപിന് സഹായമാവട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും. എന്നിട്ടും ജനങ്ങളെല്ലാവരും കരിവാരിത്തേക്കുകയാണ്. പക്ഷേ ധർമ്മജൻ പോൾഗാട്ടി പറയുന്നുണ്ട് കേട്ടോ, ദിലീപിന്റെ കേസിൽ എന്നെയും ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു എന്ന് പറയുന്നത് ധർമ്മജൻ പോൾഗാട്ടി. പക്ഷെ 8 വർഷം ഇത് കേരളത്തിലെ പോലീസുകാരെന്ന് പറയുന്ന ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മിടുക്കന്മാരായ പോലീസാണ്. ശരിയാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും മിടുക്കന്മാരായ പോലീസിൽ പെട്ട ആൾക്കാരാണ് കേരളത്തിലെ പോലീസ്. അവര് ഇത്രയും അന്വേഷിച്ചിട്ടും ഒരു പേപ്പർ കഷ്ണം പോലും കണ്ടെത്തിയില്ലല്ലോ ധർമ്മജൻ പുൽക്കാട്ടി പറയുന്നുണ്ട്. അതും കൂടെ അവർക്ക് സഹായിക്കാൻ വേണ്ടി ഇതുപോലെ തന്നെ മുൻ ഭാര്യ ഉണ്ടായിരുന്നു. അതുപോലെ പണച്ചാക്കുകളുണ്ട്. ദിലീപിനെതിരെ നടത്തുന്ന ഒരുപാട് റിയൽ എസ്റ്റേറ്റിന്റെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ നിന്ന് ഒരുപാട് പേര് പണമെറിയാനുണ്ട്. എന്നിട്ട് പോലും എന്തുണ്ടായില്ല? ഒരു പേപ്പർ കഷ്ണം അദ്ദേഹത്തിനെതിരെ കിട്ടിയില്ലല്ലോ. അപ്പൊ നല്ലൊരു സിനിമ വന്ന ദിലീപിനെ എന്താ വീണ്ടും ജനങ്ങൾ
സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഈ ധർമ്മജൻ പോർക്കാട്ടി പറയുന്നത് കേട്ടോ. മാധ്യമങ്ങളുടെ വിചാരണ അടിസ്ഥാനത്തിലല്ലല്ലോ കോടതി വിധി നടക്കുക എന്നും പറയുന്നുണ്ട്. ദിലീപ് എന്നെ ഒരുപാട് അവസരങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ധർമ്മജൻ പോർക്കാട്ടി പറയുന്നതാണ് കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ് ദിലീപ്. ഒരുപാട് വാടക വീട്ടിലൊക്കെ നടന്ന ആളാണ്. അയാൾ ഇങ്ങനെ ഒന്നും ഒരു കുറ്റകൃത്യം ചെയ്യില്ല.